2000 സ്ക്വയർ ഫീറ്റിൽ 4 റൂമുകളോട് കൂടിയ 30 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഈ സ്ക്രീനിൽ കാണുന്ന 3D എലിവേഷൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ദിവസേന അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം വിത്ത് കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ഡൈനിങ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമും 11x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ സെൻറ്ററിലായിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് 5 ഫീറ്റിലാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡ്രോയിങ് റൂമിലേക്കാണ്. 8 സീറ്ററോ 10 സീറ്ററോട് കൂടിയ ഡ്രോയിങ് റൂം അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡും ഡ്രോയിങ് റൂമിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് ഡബിൾ ഹൈറ്റ് മോഡലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് റൂമിൽ നിന്നും കാണുമ്പോൾ അത്യാവശ്യം ഭംഗിയോടു കൂടി തന്നെയാണ്. ഡ്രോയിങ് റൂമിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു നാരോ സ്പേസിലൂടെ പോയി ലെഫ്റ്റ് സൈഡിലായി യു ഷേപ്പ് അറേഞ്ച്മെൻറ്റിലാണ് ഡൈനിങ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ തന്നെയാണ് സ്റ്റെയറിൻ്റെ ഏരിയയും നൽകിയിരിക്കുന്നത്. യു ഷേപ്പിലായി അത്യാവശ്യം വ്യൂ കിട്ടാവുന്ന തരത്തിൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് റൂമിൽ നിന്നും അത്യാവശ്യം വിസിബിൾ അല്ലാത്ത ഏരിയയിൽ ഹൈഡായിട്ടാണ് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. കിച്ചൺ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ മോഡലായിട്ടും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഒരു കൗണ്ടർ നൽകി 2 സീറ്ററോട് കൂടിയ അറേഞ്ച്മെൻറ്റും അവിടെ നൽകാവുന്നതാണ്. ഫ്രിഡ്ജിൻ്റെ പൊസിഷനും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസിലും ഫയർ സ്പേസിൻ്റെ സ്പേസും കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു ബെഡ്റൂം കോമൺ ടോയ്ലറ്റായിട്ടും യൂസ് ചെയ്യാം. 2 ബെഡ്റൂമിൻ്റെ ബാത്റൂമും അത്യാവശ്യം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നീളം കൂടി വീതി കുറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമും 11x12 ഫീറ്റിൻ്റെ അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സെയിം താഴത്തെ ഫ്ലോറിൻ്റെ ടോപ്പിൽ തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയർ കയറി വരുന്ന ഏരിയ സീൻ ബിലോ, അതായത് ഡബിൾ ഹൈറ്റ് മോഡലായിട്ട് നൽകിയിരിക്കുന്നു. അതായത് സ്റ്റെയർ കയറി ഇറങ്ങുന്ന ഏരിയ ലാൻഡിംഗ് സ്പേസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡബിൾ ഹൈറ്റ് ഫീല് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നും കാണുമ്പോൾ ഉണ്ടാവും. ഡൈനിങ് സ്പേസ് വേണമെങ്കിൽ ഫ്ലോർ ഏരിയ ഒന്ന് താഴ്ത്തി ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോപ്പ് പ്രൂഫ് സ്റ്റൈൽ 1 സൈഡ് സ്ലോപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് മെയിൻ സ്ലാബ് വർക്ക് കഴിഞ്ഞ് പാരപ്പറ്റ് കെട്ടി ഡമ്മി ആയിട്ടാണ് റൂഫിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 30 ലക്ഷത്തിൽ ഫിനിഷ് ചെയ്യാവുന്ന രീതിക്കാണ് പാലക്കാട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.